സ്വർഗത്തിൽ ആദ്യം എടുത്ത് വെക്കേണ്ട കാലിനാണ് ത്വായിഫുകാർ എറിഞ്ഞ് പൊട്ടിച്ചത്. തളർന്നിരിക്കുമ്പോ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയോ? ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്ന്. ഭ്രാന്തൻ, ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്തൻ എന്നാണ്. ആലോചിച്ച് നോക്കി, ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ കിട്ടിയത്? ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. കല്ല് വെച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ നടക്കാൻ പറ്റും, ചിലപ്പം ഇരിക്കാനും പറ്റും, കിടക്കാനൊന്നും പറ്റൂല. കല്ല് മാറ്റി വെച്ച് വെച്ചിട്ട് കിടക്കുമ്പോ വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുമ്പോ ആവശ്യമ്മ ഉറക്കത്തുനിന്ന് നെട്ടിയിട്ട് അവിടുത്തെ വയറ് തടവി കൊടുക്കലാ പണി പോയിരാക്ക്. സ്വർഗത്തിലെ രാജകുമാരന്റെ കഥയാ പറയുന്നത്. ആലോചിക്കാൻ എത്ര വിഷമങ്ങൾ സഹിച്ചു. മുഖത്തില് പല്ല് ഒട്ടിച്ചിട്ട് കവൾത്തടത്തുനിന്ന് രക്തമൊഴുകിയില്ലേ. ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? ശത്രുക്കളില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? തങ്ങൾ റൗദയിലേക്ക് താമസം മാറ്റിയപ്പോ തീർത്തോ വേദന? യുക്തിവാദികൾ തുടങ്ങിയില്ലേ? ഓറിയന്റലിസ്റ്റുകാർ തുടർന്നില്ലേ? ഫെമിനിസ്റ്റുകാരില്ലേ? വിദഗ്ധക്കാരില്ലേ? നാസ്തികരില്ലേ? എല്ലാരും ഇല്ലേ? നമ്മൾ കൂടി അവിടുത്തെ വേദനിപ്പിച്ചാലോ? പിന്നെ ആരാ ഉള്ളത്? മുഹിബീങ്ങള്. ഒരടിമക്ക് ലജ്ജ ഉണ്ടാവണം. എന്ത്? മൊബൈലില് യൂട്യൂബില് ഹറാമ സിനിമ തെറ്റ് കാണുമ്പോ ലജ്ജ ഉണ്ടാവണം. എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിനെ എന്റെ വൃത്തികെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കുക? അന്യ പെണ്ണിനോട്, അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ, വൃത്തികേട് ചെയ്യുമ്പോൾ, ഹറാമ് വാങ്ങുമ്പോ, കൈക്കൂലി വാങ്ങുമ്പോ എന്റെ ഈ തെറ്റവിടെ കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേട് ഉണ്ടാവണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു പ്രവർത്തനം, ഒരു ചിന്ത, ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അതാണ് ഏറ്റവും പ്രധാനം.